ഹായ്, കീം എക്സാം എന്ന് പറയുമ്പം പ്രോപ്പർലി നമ്മൾ PYQs റിവൈസ് ചെയ്ത് പോയാൽ നമുക്ക് കീം എക്സാമിൽ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നൊരു ചിന്ത പലർക്കും ഉണ്ടായിരിക്കും. ഉറപ്പായിട്ടും കറക്റ്റാണത്. കാരണം ഒരുപാട് PYQസിൻ്റെ ബേസിൽ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഓരോ വർഷങ്ങളിലും ചോദിക്കാറുണ്ട്. കറക്റ്റ് ആ ചോദ്യം തന്നെ ചോദിക്കണം നിർബന്ധമൊന്നുമില്ല. എന്നാൽ പോലും അതേ കൺസെപ്റ്റിലുള്ള ഒരുപാട് ചോദ്യങ്ങൾ കീം എക്സാംസിന് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ 2023, 22 അങ്ങനെ പ്രീവിയസ് ഇയർ PYQs എടുത്ത് നോക്കി നിങ്ങൾക്ക് ആ ഒരു പാറ്റേൺ മനസ്സിലാകാൻ സാധിക്കും. അതിൽ വൺ ഓഫ് ദ ഫൈനസ്റ്റ് എക്സാമ്പിളാണ് നമ്മുടെ പ്രൊജക്ടൈൽ മോഷനിലെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്കറിയാം, പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ ഒരു പ്രൊജക്ടൈൽ മോഷൻ കൺസിഡർ ചെയ്യുകയാണ്. പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറയുമ്പോൾ എക്സും വൈയും ഡയറക്ഷനിലുള്ള മോഷനാണ്. അപ്പോൾ ഞാനിവിടെ എക്സും ഇവിടെ വൈയും വരച്ചു. ഒറിജിനിൽ നിന്നൊരു പാർട്ടിക്കിളിനെ യു വെലോസിറ്റിയിൽ ത്രോ ചെയ്യുകയാണ്. അതിങ്ങനെ ഇവിടെ വന്ന് നിൽക്കും അല്ലേ? എന്ന് വെച്ചാൽ അത് ഇവിടെ നിന്നൊരു പോയിന്റിൽ നിന്ന് ഇങ്ങനെ ഒരു മാക്സിമം ഹൈറ്റും കവർ ചെയ്ത് ഇവിടെ വന്ന് എൻഡ് ചെയ്യാം. അപ്പോൾ ഇവിടെയുള്ള രണ്ട് പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് പല രീതിയിലും ചോദ്യങ്ങളായിട്ട് ഫോം ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, അതായത് ഞാൻ ഒരു പ്രൊജക്ടൈൽ മോഷനെ പ്രൊജക്ട് ചെയ്യുമ്പോൾ ഇങ്ങോട്ടൊരു വെലോസിറ്റി എക്സ് ഡയറക്ഷനിലും വൈ ഡയറക്ഷനിലും ഒരു വെലോസിറ്റി കാണും. അതായത് എക്സ് ഡയറക്ഷനിലെ വെലോസിറ്റി എക്സ് ഐ ക്യാപ്പ് എന്നും വൈ ഡയറക്ഷനിലെ വെലോസിറ്റി വൈ ജെ ക്യാപ്പ് എന്നും വിളിച്ചെന്ന് വിചാരിക്കാം. ഇതാണ് ഇനിഷ്യൽ വെലോസിറ്റി എന്ന് വിചാരിക്കാം. ഒരു പ്രൊജക്ടൈൽ മോഷനിൽ ഇനിഷ്യലി എങ്ങനെയായിരുന്നോ വെലോസിറ്റി, തിരിച്ചു വന്നത് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ അവിടുത്തെ വൈ ഡയറക്ഷൻ മാത്രം റിവേഴ്സ് ആകും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കൺസെപ്റ്റാണ്. അതിൽ നിന്ന് ചോദ്യം ചോദിക്കാറുണ്ട്. അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോയപ്പോൾ ഇത് എക്സ് ഡയറക്ഷൻ, ഇത് വൈ ഡയറക്ഷൻ. തിരിച്ചു വന്ന് ഇത് ഇടിച്ചു കഴിഞ്ഞാൽ ഇത് എക്സ് ഡയറക്ഷന് മാറ്റമൊന്നുമില്ല, വൈ ഡയറക്ഷൻ നേരെ റിവേഴ്സ് ആകും. അപ്പം അവർ ചോദിക്കും, ഇത് പ്രൊജക്ടൈൽ മോഷനിലെ ഇനിഷ്യൽ വെലോസിറ്റി ആയിരുന്നു, തിരിച്ച് ഗ്രൗണ്ടിലേക്ക് സ്ട്രൈക്ക് ചെയ്ത് കഴിയുമ്പോൾ അവിടുത്തെ ഫൈനൽ വെലോസിറ്റി എത്രയാണെന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ എഴുതും എക്സ് ഐ ക്യാപ്പ് ഓക്കെയാണ്, വൈ ഡയറക്ഷനെ റിവേഴ്സ് ചെയ്യുക. പ്ലസ് വൈ ജെ ക്യാപ്പ് ആണെങ്കിൽ മൈനസ് വൈ ജെ ക്യാപ്പ് എന്ന് കൊടുത്താൽ മതി. മൈനസ് വൈ ജെ ക്യാപ്പ് ആണെങ്കിൽ പ്ലസ് ജെ ക്യാപ്പ് എന്ന് കൊടുക്കുക. കാരണം ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം കൂടെ ഇവിടെ നിന്ന് സാധാരണ ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കാറുള്ളത്, ഇത് പ്രൊജക്ടൈൽ മോഷൻ്റെ ഹയസ്റ്റ് പോയിന്റ് ആണ്. ഈ ഹയസ്റ്റ് പോയിന്റിലെ വെലോസിറ്റി എപ്പോഴും യു കോസ് തീറ്റയാണ്. അത് ഹൊറിസോണ്ടൽ വെലോസിറ്റി ആയിരിക്കും. ഹയസ്റ്റ് പോയിന്റിൽ ആകെയുള്ളത് ഹൊറിസോണ്ടൽ വെലോസിറ്റി മാത്രമാണ്, അത് യു കോസ് തീറ്റയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇവിടെ ചോദ്യങ്ങൾ ചോദിക്കുക എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു പ്രൊജക്ടൈൽ മോഷൻ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ യു കോസ് തീറ്റ എന്ന് പറയുന്നത് എല്ലായിടത്തും കോൺസ്റ്റന്റ് ആയിരിക്കും. ഏത് പോയിന്റ് എടുത്താലും ഹൊറിസോണ്ടൽ വെലോസിറ്റി മാത്രമേ കാണത്തുള്ളൂ. ഹയസ്റ്റ് പോയിന്റിലും യു കോസ് തീറ്റ മാത്രമേ കാണത്തുള്ളൂ. ഹൊറിസോണ്ടൽ വെലോസിറ്റി ഈസ് കോൺസ്റ്റന്റ് ത്രൂ ഔട്ട് എന്ന കാര്യവും മറക്കരുത്. ഹൊറിസോണ്ടൽ വെലോസിറ്റി എന്ന് പറയുന്നത് എല്ലായിടത്തും എങ്ങനെയായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അതിൻ്റെ വാല്യൂ മറക്കരുത്, അത് യു കോസ് തീറ്റയാണ്. ഹയസ്റ്റ് പോയിന്റിലുള്ള ആകെയുള്ള വെലോസിറ്റി ഏതാണെന്ന് ചോദിച്ചാൽ അതും യു കോസ് തീറ്റയാണെന്ന് പറയണം. ഫോർ എക്സാമ്പിൾ, 2022 കീം എക്സാമിന് ചോദിച്ചൊരു ചോദ്യമാണ്, ഇൻ പ്രൊജക്ടൈൽ മോഷൻ ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി ദാറ്റ് റിമൈൻസ് ഇൻവേരിയന്റ് ത്രൂ ഔട്ട് ഈസ്. ഫിസിക്കൽ ക്വാണ്ടിറ്റി, മാറാത്ത ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ വാല്യൂ ഏതാണ് എന്ന് വെച്ചാൽ നമ്മൾ പറയും ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി ആണ്. ചാടിക്കറി ആൻസർ പറയാം. ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. കിട്ടിയില്ലേ? അടുത്ത ചോദ്യം, നേരത്തെ പറഞ്ഞ കൺസെപ്റ്റ് എന്നുള്ള ചോദ്യം 2024 കീം എക്സാമിന് ചോദിച്ചതാണ്. എ പാർട്ടിക്കിൾ ഈസ് പ്രൊജക്റ്റഡ് ആൻ ആംഗിൾ തീറ്റ വിത്ത് ദ എക്സ് ആക്സിസ് ഇൻ എക്സ് വൈ പ്ലെയിൻ വിത്ത് വെലോസിറ്റി. അപ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി തന്നിട്ടുണ്ട് 6 ഐ ക്യാപ്പ് മൈനസ് 4 ജെ ക്യാപ്പ് എന്നാണ്. അപ്പോൾ ഫൈനൽ വെലോസിറ്റി എത്രയാണെന്നാണ് ചോദ്യം. അപ്പോൾ വന്ന് തിരിച്ച് ഗ്രൗണ്ടിൽ ഇടിച്ച് കഴിയുമ്പോൾ റീച്ചിങ് ദ എക്സ് ആക്സിസ് അഗെയിൻ എന്നാണ്. വൈ കമ്പോണന്റ് മാത്രം ഡയറക്ഷൻ റിവേഴ്സ് ആകും. അപ്പോൾ എനിക്ക് ഫൈനൽ വെലോസിറ്റി എഴുതാം. എക്സ് കമ്പോണന്റ് സെയിം തന്നെ, വൈ കമ്പോണന്റ് ഡയറക്ഷൻ റിവേഴ്സ് ആയി, പ്ലസ് 4 ജെ ക്യാപ്പ് എന്നായി. അപ്പോൾ 6 ഐ ക്യാപ്പ് പ്ലസ് 4 ജെ ക്യാപ്പ്. ചാടി കയറി എനിക്ക് ആൻസർ പറയാം. ഓപ്ഷൻ ഇ ഇസ് ദ റൈറ്റ് ആൻസർ എന്ന് പറയാം. ഓപ്ഷൻ ഇ ആണ് ശരി ഉത്തരം. ഈ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയേ. എ സ്റ്റോൺ ഈസ് പ്രൊജക്റ്റഡ് വിത്ത് സ്പീഡ്, ഇനിഷ്യൽ സ്പീഡ് തന്നിട്ടുണ്ട് 50 മീറ്റർ/സെക്കൻഡ് ആണ്. ആംഗിൾ തന്നിട്ടുണ്ട് തീറ്റ ഈക്വൽ ടു 60 ഡിഗ്രി ആണ്. സ്പീഡ് ഓഫ് ദ സ്റ്റോൺ അറ്റ് ഹയസ്റ്റ് പോയിന്റ് എന്നാണ്. ഹയസ്റ്റ് പോയിന്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കണം, ഹയസ്റ്റ് പോയിന്റിൽ ആകെ ഒരു വെലോസിറ്റി മാത്രമേ ഉള്ളൂ. അത് ഏത് വെലോസിറ്റിയാണ്? യു കോസ് തീറ്റ ആണ്. അപ്പോൾ എനിക്ക് എഴുതാം വി ഈസ് ഈക്വൽ ടു യു കോസ് തീറ്റ. യു എന്ന് പറഞ്ഞാൽ 50 ആണ്, ഇൻറ്റു കോസ് 60 എന്ന് എഴുതാം, അല്ലെങ്കിൽ 50 ഇൻറ്റു 1/2 എന്ന് എഴുതാം, അല്ലെങ്കിൽ 25 എന്ന് എഴുതാം. 25 എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. കണ്ടോ? ഇനി മറ്റൊരു ചോദ്യം, ഇത് 2023 ചോദിച്ചൊരു ചോദ്യമാണ്. പാർട്ടിക്കിൾ ഈസ് ത്രോൺ അറ്റ് സ്പീഡ് v and at an angle theta with the horizontal. If the speed at its maximum height is v/3, the value of tan theta. ഇവർ പറയാണ് മാക്സിമം ഹൈറ്റിലെ സ്പീഡ് അത് യു കോസ് തീറ്റയാണ്. അത് യു കോസ് തീറ്റയാണ്, അല്ലെങ്കിൽ വി കോസ് തീറ്റ. ഇവിടെ പ്രൊജക്ട് ചെയ്ത സ്പീഡ് വി ആയതുകൊണ്ട് എനിക്ക് വി കോസ് തീറ്റ എന്ന് പറയാം. വി കോസ് തീറ്റ എന്ന് പറയുന്നത് v/3 ആണെങ്കിൽ ടാൻ തീറ്റ കണ്ടുപിടിക്കാനാണ് ചോദ്യം. സോ v/3 ഈക്വൽ ടു വി കോസ് തീറ്റ. പിന്നെയും അതേ കൺസെപ്റ്റ് തന്നെ, വിയും വെട്ടിക്കളയാം. സോ കോസ് തീറ്റ എനിക്ക് 1/3 എന്ന് കിട്ടും. നമുക്കൊരു ട്രയാങ്കിൾ വരച്ചു കഴിഞ്ഞാൽ കോസ് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പോൾ ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ടാൻ തീറ്റ വിൽ ബി ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ്. നമുക്ക് ഇനി ഓപ്പോസിറ്റ് സൈഡ് ഒന്ന് കണ്ടുപിടിക്കണം. ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുമ്പം എങ്ങനെയായിരിക്കും? ഹൈപ്പോട്ടന്യൂസിൻ്റെ സ്ക്വയർ മൈനസ് ബേസിൻ്റെ സ്ക്വയർ, അല്ലെങ്കിൽ √8 എന്ന് കിട്ടും. √8 എന്ന് പറഞ്ഞാൽ 2√2 ആണ്. അപ്പോൾ
അപ്പോൾ എനിക്ക് ഇവിടുന്ന് ടാൻ തീറ്റ കണ്ടുപിടിക്കാം. ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് 2√2 ബൈ അഡ്ജസൻറ്റ് സൈഡ് ബൈ 1. അപ്പോൾ 2√2 വിൽ ബി ദ റൈറ്റ് ആൻസർ. 2√2 എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി ആണ്. അപ്പോൾ ഒരു കൺസെപ്റ്റിൽ നിന്ന് നിരവധി ചോദ്യങ്ങൾ. അപ്പോൾ ഇതൊരു കീം എക്സാമിൻ്റെ മാത്രം ഒരു സ്പെഷ്യാലിറ്റി ആണെന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. സോ ഓൾ ദി ബെസ്റ്റ്, പ്രാക്ടീസ് മോർ ക്വസ്റ്റ്യൻസ്.